നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. IVFന്റെ സാധ്യതകളെക്കുറിച്ചും നൂതന ചികിത്സാ രീതികളെക്കുറിച്ചുമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. നമുക്കിപ്പം ചേരുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ റീപ്രൊഡക്റ്റീവ് മെഡിസിൻ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ റെജി മോഹനാണ്. ഡോക്ടർ നമസ്കാരം. നമസ്കാരം. ഡോക്ടർ, എന്താണ് ഈ IVF ട്രീറ്റ്മെന്റ്? എപ്പോഴാണ് IVF ട്രീറ്റ്മെന്റിലേക്ക് പോകേണ്ടി വരുന്നത്? IVF ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്ധ്യത അനുഭവിക്കുന്ന ദമ്പതികൾക്ക് ഒരു അവസാന വാക്കായിട്ട് വേണമെങ്കിൽ പറയാം. ആദ്യമായിട്ട് നമ്മൾ ബാക്കിയുള്ള ചികിത്സകളെല്ലാം പരാജയപ്പെടുമ്പോൾ, മെയിൽ ഫാക്ടർ ആണെങ്കിലും ഒരു പുരുഷൻ്റെ പ്രശ്നം കൊണ്ടാണെങ്കിലും അല്ലെങ്കിൽ സ്ത്രീയുടെ പ്രശ്നം കൊണ്ടായാലും ഒരു അവസാന വാക്കായിട്ട് വേണം നമ്മൾ എപ്പോഴും ഒരു IVF അല്ലെങ്കിൽ ICSIയിലോട്ട് പോകേണ്ടത്. IVF ചെയ്യേണ്ടത് എപ്പോഴെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് പരാജയപ്പെടുമ്പോൾ, അതായത് സ്ത്രീകളാണെങ്കിൽ ഓവുലേഷൻ്റെ പ്രശ്നങ്ങളായിട്ടുള്ള പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോമിലെ പല രീതികളും ശ്രമിച്ച് പരാജയപ്പെടുമ്പോൾ ഒരു മൂന്നാമത്തെ ഇതായിട്ടാണ് നമ്മൾ IVF സാധാരണ സജസ്റ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യമാണെങ്കിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ട്യൂബൽ ഫാക്ടർ ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ അണ്ടവാഹിനി കുഴലിനുള്ള തടസ്സങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഇൻഫെർട്ടിലിറ്റി. അതിലും അവസാന വാക്കായിട്ട് പറയാൻ ആദ്യമായിട്ട് തന്നെ 2 ട്യൂബും അടഞ്ഞിരിക്കുകയാണെങ്കിൽ അവർക്ക് IVF മുഖേന മാത്രമേ ഒരു കുഞ്ഞിന് സാധ്യമാകത്തുള്ളൂ. അതുകൂടാതെ സിവിയർ എൻഡോമെട്രിയോസിസ്, പുരുഷന്മാരുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ബീജങ്ങളുടെ എണ്ണം വളരെ കുറവാണെങ്കിൽ, ഏകദേശം 10 മുതൽ 15 മില്യണെങ്കിലും മിനിമം വേണ്ട സ്ഥലത്ത് ഒരു 5 മില്യണിൽ താഴെയൊക്കെ ആണെങ്കിൽ അവർക്ക് IVF ആയിരിക്കും ആദ്യത്തെ മാർഗമായിട്ട് നമ്മൾ സ്വീകരിക്കേണ്ടത്. പല പുരുഷന്മാരിലും ചിലപ്പോൾ ബീജത്തിൻ്റെ കൗണ്ടിൽ ഭയങ്കര കുറവായിട്ട് കാണാം. അവരുടെ വൃഷ്ണങ്ങളിൽ ബീജം ഉൽപ്പാദിക്കപ്പെടുന്നുവെങ്കിലും അത് പുറത്തോട്ട് വരുന്നതിൽ തടസ്സങ്ങളുണ്ടാവും. അങ്ങനെയുള്ള അവസ്ഥയിൽ ചിലപ്പോൾ വൃഷ്ണത്തിൽ നിന്നും ബീജം എടുക്കേണ്ടതായിട്ട് വരും. അപ്പോഴും നമുക്ക് ബീജങ്ങളുടെ എണ്ണം വളരെ കുറച്ചേ കിട്ടത്തുള്ളൂ. അങ്ങനെയുള്ള ദമ്പതികൾക്കും തീർച്ചയായിട്ടും IVF ആയിരിക്കും ഒരു ഉത്തരം. എങ്ങനെയാണ് IVF ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു IVFന് ഒരു ദമ്പതികളെ നമ്മൾ കൗൺസിൽ ചെയ്ത് IVF ട്രീറ്റ്മെൻറ്റാണ് നിങ്ങളുടെ ഉത്തമമായ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ ശേഷം അവരെ കൗൺസിൽ ചെയ്യുകയും അതിൻ്റെ വരുമരായികളെക്കുറിച്ച് പറയുകയും ഒക്കെ ചെയ്ത ശേഷം അവർക്ക് ഏകദേശം ഒരുപാട് ടൈപ്സ് ഓഫ് പ്രോട്ടോക്കോൾസ് ഉണ്ട്. അതിൽ ഏതാണ് അനുയോജ്യമായ പ്രോട്ടോക്കോൾ എന്ന് നമ്മൾ അത് പറഞ്ഞ് മനസ്സിലാക്കുകയും അവർക്ക് ഏതാണ് അനുയോജ്യമായ പ്രോട്ടോക്കോൾ എന്ന് അവർക്ക് സെലക്ട് ചെയ്യുകയും അതിനുശേഷം ഏകദേശം ഒരു നമുക്ക് കൂടുതൽ അണ്ടങ്ങൾ വേണം. ആ അണ്ടങ്ങളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുറമേ നിന്നും നമ്മൾ ഡ്രഗ്സ് കൊടുക്കുന്നു, അതായത് ഹോർമോൺ ഇഞ്ചെക്ഷൻസ് കൊടുക്കുന്നു. ഹോർമോൺ ഇഞ്ചെക്ഷൻസ് ഏകദേശം 8 മുതൽ 10 മുതൽ 11 ദിവസം വരെയൊക്കെ നീണ്ടു നിൽക്കാം. ഡെയിലി ഇഞ്ചെക്ഷൻസ് എടുക്കേണ്ടി വരും. അവരുടെ അണ്ടവളർച്ചയെക്കുറിച്ച് നമ്മൾ അറിയാൻ വേണ്ടിയിട്ട് ഒരു 5-മത്തെയോ 6-മത്തെയോ ദിവസം മുതൽ നമ്മൾ സ്കാൻ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ സ്കാൻ ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ആ ഹോർമോണിൻ്റെ ഡോസിൻ്റെ അളവ് കൃത്യമാണോ, അതോ നമുക്ക് കൂട്ടണോ അതോ കുറയ്ക്കണോ എന്ന് അറിയാൻ പറ്റും. അങ്ങനെ നമ്മൾ ഒരു പ്രത്യേക ഘട്ടത്തിലെത്തുമ്പോൾ, അതായത് ഏകദേശം 8, 9, 10 ദിവസം നമ്മൾ ഹോർമോൺ ഇഞ്ചെക്ഷൻസ് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഘട്ടം, അതായത് അണ്ടങ്ങളുടെ വലിപ്പം ഏകദേശം 17 മില്ലിമീറ്ററിൽ മുകളിലാകുമ്പോഴാണ് അതിൻ്റെ അകത്തൊരു മെച്യൂറായിട്ടുള്ള ഒരു എഗ് ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മൾ അതിനെ മെച്യൂറാക്കാനുള്ള ഒരു ഇഞ്ചെക്ഷൻസും കൂടെ കൊടുത്ത ശേഷം ഏകദേശം 35 മണിക്കൂറിലും 40 മണിക്കൂറിലും, യൂഷ്വലി നമ്മൾ 35 മണിക്കൂറിലാണ് ഈ വലുതായ മെച്യൂറായിട്ടുള്ള അണ്ടങ്ങളെ നമ്മൾ പിക്ക് ചെയ്യുന്നത്. അതായത് നമ്മൾ ആ എഗ്ഗിനെ നമ്മൾ ആസ്പിറേറ്റ് ചെയ്യുകയാണ് ഉദ്ദേശിക്കുന്നത്. സാധാരണ രീതിയിൽ ചെറുതായിട്ടുള്ള ആനസ്തീഷ്യ കൊടുത്തോ അല്ലെങ്കിൽ ചെറുതായിട്ട് മരവിപ്പിക്കുകയും ചെയ്തിട്ട് വെജൈന വഴിയാണ് നമ്മൾ സാധാരണ രീതിയിൽ ആസ്പിറേറ്റ് ചെയ്യുന്നത്. ആ ആസ്പിറേറ്റ് ചെയ്ത ഫോളിക്കുലാർ ഫ്ലൂയിഡിൽ ആവശ്യത്തിന് അണ്ടങ്ങളുണ്ടോ, നല്ല മെച്യൂറായിട്ടുള്ള അണ്ടങ്ങളുണ്ടോ എന്ന് നോക്കുകയും അങ്ങനെ ആ അണ്ടത്തെ, മെച്യൂറായിട്ടുള്ള അണ്ടങ്ങളെ നമ്മൾ പുരുഷൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ ബീജോത്പാദനം നടത്തി, അതായത് ബീജത്തിൻ്റെ സാമ്പിൾ എടുത്ത് നമ്മൾ ലാബിൽ കൊടുക്കുന്നു. അതിലെ നല്ല ബീജങ്ങളെ സെലക്ട് ചെയ്ത് മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ വെച്ച് നമ്മൾ നല്ല ബീജത്തിനെ സെലക്ട് ചെയ്ത് ഒരു അണ്ടത്തിന് ഒരു ബീജം എന്ന തോതിൽ IVF ICSI ചെയ്യും. ICSI എന്ന് പറഞ്ഞാൽ ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചെക്ഷനാണ്. അതിൽ ഒരു നല്ല ബീജത്തിനെ ഒരു അണ്ടത്തിനെ ഇഞ്ചെക്ട് ചെയ്യുന്ന രീതിയാണ് ICSI എന്ന് പറയുന്നത്. IVF എന്ന് പറഞ്ഞാൽ നമുക്ക് പുരുഷന് ആവശ്യത്തിന് കൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പം ഫീമെയിൽ ഫാക്ടറിന് വേണ്ടിയാണ് നമ്മൾ IVF ചെയ്യുന്നതെങ്കിൽ
നമ്മൾ ഒരു എഗ്ഗിൻ്റെ കൂടെ ഒരു മെച്ചുറായിട്ടുള്ള ഒരു അണ്ടത്തിൻ്റെ കൂടെ ഒരു പെട്രി ഡിഷിൽ 50,000 മുതൽ 1,00,000 വരെയുള്ള ബീജങ്ങൾ അതിൽ നിക്ഷേപിക്കുകയും അതിനെ എടുത്ത് നമ്മൾ ഇൻക്യുബേറ്റർ എന്ന് പറഞ്ഞൊരു ബോക്സിൽ വയ്ക്കുകയും ആ ബോക്സിൽ വെച്ച ശേഷം ഒരു ബീജം അണ്ടം സ്വീകരിക്കുകയും അടുത്ത ദിവസം നമ്മൾ ആ ഇൻക്യുബേറ്റർ തുറന്ന് പെട്രി ഡിഷ് മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ വെച്ച് നോക്കുമ്പോൾ ഫെർട്ടിലൈസ് ചെയ്തോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും. അതാണ് IVF. IVF-ൽ ഇക്സിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്സിയിൽ നമ്മൾ ബീജം ഈ മെച്ചുറായിട്ടുള്ള അണ്ടത്തിൻ്റെ അകത്തോട്ട് ഇഞ്ചെക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ബീജം അകത്ത് പോയി എന്ന് ഉറപ്പ് വരുത്തുകയാണ് ചെയ്യുന്നത്. അതും സെയിം പ്രൊസീജിയറാണ്. അതിനെ നമ്മൾ ഇൻക്യുബേറ്ററിൽ വെക്കുന്നു, നെക്സ്റ്റ് ഡേ അത് ഫെർട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ അടുത്ത ദിവസം 2 സെല്ലായിട്ട് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഒരു 3 മുതൽ 5 ദിവസം വരെ വളർത്തി ആ ഒരു ഭ്രൂണത്തെ 3-ാമത്തെ ദിവസമോ 5-ാമത്തെ ദിവസമോ ആയി വളർത്തിയ ഭ്രൂണത്തെ തിരികെ ഗർഭപാത്രം അനുയോജ്യമായ സ്ഥിതിയാണെങ്കിൽ നമ്മൾ തിരിച്ച് നിക്ഷേപിക്കുന്നു. അതിനുശേഷം IVF എന്ന ഒരു പ്രക്രിയയ്ക്ക് നമ്മൾക്ക് ഒരുപാട് ഹോർമോണൽ മാനിപ്പുലേഷൻസ് ഒക്കെ ചെയ്യുന്നത് കൊണ്ട് ഒരു 10 മുതൽ 12 ദിവസം അല്ലെങ്കിൽ 10 മുതൽ 14 ദിവസം വരെ അതിനെ നമ്മൾ ആ പ്രഗ്നൻസി അഥവാ വരികയാണെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അതിനുള്ള ലൂട്ടിയൽ ഫേസ് സപ്പോർട്ട് എന്ന് പറയും. അതിൽ ഹോർമോണൽ ഇഞ്ചെക്ഷൻസ് കാണും, ചിലപ്പം കഴിക്കാനുള്ള മരുന്നായിരിക്കും, അല്ലെങ്കിൽ ഉള്ളിൽ വയ്ക്കാനുള്ള മരുന്നായിരിക്കും. അത് കൃത്യമായിട്ടൊരു 10 മുതൽ 12, 13, 14 ദിവസം നോക്കുമ്പോൾ അതിനുശേഷം നമുക്ക് മൂത്രമോ അല്ലെങ്കിൽ ബ്ലഡ്, സാധാരണ രീതിയിൽ ബ്ലഡാണ് പരിശോധിച്ച് നോക്കുന്നത്. ആ ഒരു പരിശോധന കഴിയുമ്പോൾ നമുക്കറിയാം അവർ ഒരു ഗർഭിണിയാണോ അല്ലയോ എന്ന്. ഇതാണ് ഇൻ ഷോർട്ട് അബൌട്ട് IVF അല്ലെങ്കിൽ ഇക്സി എന്ന് പറയുന്നത്. ഏത് സമയത്താണ് ഈ ട്രീറ്റ്മെൻറ്റ് എടുത്താൽ കൂടുതലും ഫലപ്രദമാകുന്നത്? സ്ത്രീകളുടെ വയസ്സൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഒരു 34 വയസ്സിന് മേലെയൊക്കെ, 34-35 വയസ്സിന് മേലെയൊക്കെ അണ്ടത്തിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും, അതായത് എണ്ണത്തിലും അതിൻ്റെ ആ ഒരു ക്വാളിറ്റിയിലും ഉള്ള വ്യത്യാസങ്ങൾ വളരെ കുറവായിട്ട് വരുന്നതായി കാണുന്നുണ്ട്. അതുകൊണ്ട് സ്ത്രീകളുടെ ഏജ് അല്ലെങ്കിൽ വയസ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഓരോ വയസ്സും പിന്നെ ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ ഫെയിൽ ചെയ്ത് ഒരുപാട് ലേറ്റ് ആക്കുന്നതിന്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ആബ്സൊല്യൂട്ട് ഇൻഡിക്കേഷൻസ് ഫോർ IVF അല്ലെങ്കിൽ ഇക്സി ഉണ്ട്. ഇക്സി അല്ലെങ്കിൽ IVF മാത്രം ചെയ്താലേ അവർക്കൊരു കുഞ്ഞുണ്ടാവുള്ളൂ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വൃഷ്ണത്തിൽ നിന്നും ബീജം വരാത്തൊരവസ്ഥ. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ നമുക്ക് ബീജം കിട്ടണമെങ്കിൽ നമുക്ക് സർജിക്കലി അതിനെ റിട്രീവ് ചെയ്യണം. അതായത് വൃഷ്ണത്തിൽ നിന്നോ അല്ലെങ്കിൽ എപ്പിഡിഡിമസ് എന്ന് പറഞ്ഞ വൃഷ്ണത്തിന് മുകളിലുള്ള മകുടത്തിൽ നിന്നോ നമ്മൾ ബീജത്തിനെ എടുക്കാനുണ്ട്. അതായത് സർജറി വഴി അല്ലെങ്കിൽ ചെറിയൊരു ആസ്പിറേഷൻ വഴി അതിനെ എടുക്കുകയും കിട്ടുന്ന കുറച്ച് ബീജങ്ങളെ വെച്ച് നമുക്ക് IVF, അങ്ങനെയുള്ളതിൽ 100% ഒരിക്കലും വെയിറ്റ് ചെയ്യാതെ തന്നെ നേരെ IVF-ലോട്ട് പോകേണ്ടതാണ്. കൂടാതെ നേരത്തെ പറഞ്ഞ പോലെ വയസ്സിൻ്റെ കാര്യം, സിവിയർ എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞൊരു അസുഖം ഓവറിയിൽ ഉണ്ടാകുന്ന സിസ്റ്റുകളാണ്. അതുകൂടാതെ ട്യൂബിനെയും പെരിറ്റോണിയൽ ക്യാവിറ്റിയും ഒക്കെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. അതൊരു സിവിയർ എൻഡോമെട്രിയോസിസിന് അത് തീർച്ചയായിട്ടും അത് അണ്ടത്തിൻ്റെ ക്വാളിറ്റിയെ ബാധിക്കും. അപ്പോൾ സിവിയർ എൻഡോമെട്രിയോസിസിലും ഒരുപാട് വെയിറ്റ് ചെയ്യാതെ നേരെ IVF-ലോട്ടും ഇക്സിയിലോട്ടും പോകുന്നത് ഉത്തമമായിരിക്കും. അപ്പോൾ ഒന്ന് സിവിയർ മെയിൽ ഫാക്ടർ ഇൻഫെർട്ടിലിറ്റി, അതായത് പുരുഷൻ്റെ ബീജത്തിലുള്ള കുറവുണ്ടെങ്കിൽ നേരെ ഇക്സി IVF-ലോട്ട് പോകാം. ട്യൂബൽ ഫാക്ടർ, 2 ട്യൂബ് മടവാണെങ്കിൽ തീർച്ചയായിട്ടും സർജിക്കലി നമുക്ക് തിരിച്ച് കറക്റ്റ് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ അവർക്ക് IVF അല്ലെങ്കിൽ ഇക്സിയിലാണ്. ഒരുപാട് ഓവേറിയൻ റിസർവ് അല്ലെങ്കിൽ നമുക്ക് അണ്ടാശയത്തിലെ അണ്ടങ്ങളുടെ എണ്ണത്തിൽ വളരെയധികം കുറവ് കാണുകയാണെങ്കിൽ അവർക്ക് IVF ഇക്സിയിലോട്ട് പോകുന്നത് ഒരു മാർഗമായിരിക്കാം. സിവിയർ എൻഡോമെട്രിയോസിസ്, അതിൽ തീർച്ചയായിട്ടും ഒരു IVF ഒരു ഓപ്ഷനാണ്. പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ്, പുതിയതായിട്ട് PMOS എന്ന് പറയും, പോളി എൻഡോക്രൈൻ മെറ്റബോളിക് ഓവറിയൻ സിൻഡ്രോം എന്ന് പറയുന്നു. അതിലും അവസാനമായിട്ട്, അതായത് ബാക്കി ചികിത്സകളെല്ലാം പരീക്ഷിച്ച് പരാജയപ്പെടുകയാണെങ്കിൽ 3-ാമത്തെ ലെവലായിട്ട് IVF ഇക്സിക്ക് പോകാവുന്നതാണ്. ഡോക്ടർ, ഇത് ആർക്കൊക്കെയാണ് ആവശ്യമായി വരുന്നത്? IVF എല്ലാവർക്കും ചെയ്യാനാകുമോ? IVF ചെയ്യുന്നത് ഏത് ഹോസ്പിറ്റലിൽ നിന്നാണോ ഉദ്ദേശിക്കുന്നത്, അതോ ഏത് പേഷ്യൻസിൽ നിന്നാണോ? പേഷ്യൻസാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുരുഷനാണെങ്കിൽ സിവിയർ നമ്മുടെ കൗണ്ടിൽ വളരെയധികം കുറവാണെങ്കിൽ, സാധാരണ നോർമൽ കൗണ്ട് എന്ന് പറയുമ്പോൾ ഒരു 15 മില്യൺ കൗണ്ട് വേണം. അതിൽ 4% നല്ല ബീജം വേണം. അതായത്
ആകൃതിയിൽ യാതൊരു തരത്തിലുള്ള വ്യത്യാസമൊന്നുമില്ലാത്ത ഒരു 4% ബീജം വേണം. അതുകൂടാതെ നല്ല മോട്ടൈലായിട്ടുള്ള ബീജം 42% മിനിമം വേണ്ടത്, അതിൽ കുറവുള്ളത്. അപ്പം ബീജത്തിൽ നല്ല രീതിയിൽ കുറവുള്ളത് ഏകദേശം 5 മില്ലിന് താഴെയൊക്കെ ആണെങ്കിൽ അവർക്ക് IVF ആണ് തന്നെ ട്രീറ്റ്മെൻറ്റ്. പിന്നെ ബീജം ഇല്ലാത്തൊരവസ്ഥ, അതായത് വൃഷണത്തിൽ നിന്നും ബീജം ഉണ്ടെങ്കിലും അത് പുറത്തോട്ട് വരാതിരിക്കുന്ന ഒരു അവസ്ഥ, ആ അവസ്ഥയിലും IVF തന്നെയാണ് അവർക്കുള്ള ഉത്തരം. സ്ത്രീയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ അണ്ഡാശയത്തിലുള്ള അണ്ടങ്ങളുടെ എണ്ണത്തിൽ ക്രമാതീതമായിട്ട് കുറവ് വരികയാണെങ്കിൽ അവർക്കൊരു ആൻസർ IVF ആണ്. പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോമിൽ മൂന്നാമത്തെ ലെവലായിട്ട് ബാക്കി ചികിത്സകളെല്ലാം പരാജയപ്പെട്ടാൽ IVF ആണ്. സിവിയർ എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അസുഖത്തിലും അവസാനമായിട്ട് ഒരു വാക്ക്, അതായത് ഒരുപാട് നമ്മൾ വെച്ച് താമസിപ്പിക്കാൻ പാടില്ല, എന്നാലും IVF ആണ് സിവിയർ എൻഡോമെട്രിയോസിസിലെ ഒരു ഉത്തരം. അതുകൂടാതെ ട്യൂബൽ ഫാക്ടർ, 2 അണ്ടവാഹിനി കുഴലുകളും അടഞ്ഞിരിക്കുകയും സർജറി മൂലം തിരിച്ച് അതിനെ യോജിപ്പിക്കാൻ സാധിക്കുകയും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവർക്ക് IVF തന്നെയാണ് ഒരു ഉത്തരം. IVF ചികിത്സയ്ക്ക് മുൻപ് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കണം? IVF ചികിത്സയ്ക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞു, അതിൽ ഒരു നല്ല രീതിയിൽ ഒരു കൗൺസിലിംഗ് ആവശ്യമായിട്ടുണ്ട്. ഒരിക്കലും ഒരു 100% സക്സസ് പ്രതീക്ഷിച്ചതുകൊണ്ട് ഒരിക്കലും IVFന് പോകാൻ പാടില്ല. ലോകത്തിൻ്റെ ഏത് കോണിലുള്ള ഏത് ആശുപത്രി എടുത്താലും മാക്സിമം പോയാൽ ഒരു 50 മുതൽ 60% മാത്രമേ സക്സസ്ഫുൾ ആവത്തുള്ളൂ. അതുമാത്രമല്ല, പുരുഷൻ്റെയും സ്ത്രീയുടെയും ഫാക്ടേഴ്സ് എല്ലാം പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രമേ ഈ ഒരു 50 മുതൽ 60% വരെയുള്ള സക്സസ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഒരു പക്ഷേ സ്ത്രീയുടെ വയസ്സൊക്കെ 40% ആണെങ്കിൽ അവർക്ക് ഒരു 10 മുതൽ 20% മാത്രമേ അവർക്ക് ഒരു സക്സസ് എൻഷുർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അതിന് ഉണ്ടാവുന്ന ആ ഒരു സക്സസ് റേറ്റ്സിനെ പറ്റി, ആ പ്രൊസീജിയറിനെ പറ്റി, അതിലുണ്ടാവുന്ന ഫൈനാൻഷ്യൽ ഇംപ്ലിക്കേഷൻസിനെ പറ്റി, ഇതിനെപ്പറ്റി എല്ലാം നല്ല രീതിയിൽ തന്നെ പേഷ്യൻറ്റിനെ കൗൺസിൽ ചെയ്യണം. അതിനുശേഷം പുരുഷൻ്റെ ബീജം പരിശോധിക്കുന്നു. പുരുഷൻ്റെ ബീജത്തിൽ അതിൻ്റെ അളവ്, അതിൻ്റെ എണ്ണം, അതിൻ്റെ ചലനശേഷി, അതിൻ്റെ മോർഫോളജി എല്ലാം നോക്കുന്നു. പരാജയപ്പെട്ട ചികിത്സകനാണെങ്കിൽ DNA ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞ പുതിയൊരു ടെസ്റ്റും കൂടിയുണ്ട്, അതും കൂടെ നോക്കാവുന്നതാണ്. സ്ത്രീയുടെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ അൾട്രാസൗണ്ടാണ് മെയിനായിട്ടും ചെയ്യുന്നത്. അതുകൂടാതെ AMH എന്ന് പറഞ്ഞൊരു ബ്ലഡിലെ ടെസ്റ്റും കൂടെ ചെയ്യും. അൾട്രാസൗണ്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നതെന്ന് വെച്ചാൽ യൂട്രസിൽ എന്തെങ്കിലും മുഴകളുണ്ടോ എന്ന് നോക്കും. അണ്ഡാശയത്തിലാണെങ്കിൽ അണ്ഡാശയത്തിലെ അണ്ടങ്ങളുടെ എണ്ണം ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കും. അവയെ നമുക്ക് വെജൈന വഴി നമ്മൾ ആസ്പിറേറ്റ് ചെയ്യുമ്പോൾ അത് നമുക്ക് എത്താവുന്ന ദൂരത്തിലാണോ എന്ന് നോക്കും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു ബേസ് ലൈൻ ഒരു അൾട്രാസൗണ്ടിലൂടെ നമ്മൾ നോക്കുന്നു. അതുകൂടാതെ ഗർഭാത്രത്തിൻ്റെ ഉൾഭാഗത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഗർഭാശയ മുഴകൾ കാണാം, ഗർഭാശയത്തിൻ്റെ എൻഡോമെട്രിയത്തിലുള്ള പ്രശ്നങ്ങൾ കാണാം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഒരു അൾട്രാസൗണ്ട് ചെയ്ത് മാത്രമേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ. സ്ത്രീയാണെങ്കിൽ ഒരു അൾട്രാസൗണ്ട് വേണം, ഒരു AMH ലെവൽ വേണം, പിന്നെ ബേസ് ലൈനായിട്ടുള്ള എല്ലാ ഇൻവെസ്റ്റിഗേഷൻസും, അവർക്ക് ഷുഗറുണ്ടോ, പ്രഷറുണ്ടോ, പിന്നെ ഒരു ഫിസിക്കൽ എക്സാമിനേഷൻ, അതെല്ലാം ചെയ്ത ശേഷം മാത്രമേ നമ്മൾ IVFലോട്ട് റിക്രൂട്ട് ചെയ്യത്തുള്ളൂ. അതുമാത്രമല്ല, ഒരു ഓവം പിക്കപ്പ് എന്ന പ്രൊസീജിയർ ഒരു സർജിക്കൽ പ്രൊസീജിയറാണ്. അത് മിക്ക ഹോസ്പിറ്റലിലും അതൊരു അനസ്തീഷ്യ കൊടുത്താണ് ചെയ്യുന്നത്. എന്നാലും മരവിപ്പിച്ച് ചെയ്യുന്ന ചില ഹോസ്പിറ്റലുകളും ഉണ്ട്. അതുകൊണ്ട് ഒരു അനസ്തീഷ്യ ക്ലിയറൻസും അവർക്ക് തീർച്ചയായിട്ടും വേണ്ടതാണ്. അവരുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കേണ്ടതാണ്. ഡോക്ടർ, ഈ IVFന്റെ ചികിത്സാ രീതി എങ്ങനെയാണ്? നൂതന സംവിധാനങ്ങൾ എന്തെല്ലാമാണ്? IVF എല്ലാ ആശുപത്രിയിലും ചെയ്യത്തില്ല, എല്ലാ ഗൈനക്കോളജിസ്റ്റുകളും ചെയ്യില്ല. അതിനൊരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ട്രെയിനിങ് ആവശ്യമുണ്ട്. അതിന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ലാബ് വേണം, ഒരു നല്ലൊരു ക്ലിനീഷ്യൻ വേണം, ലാബ് സപ്പോർട്ട് വേണം, അതുകൂടാതെ ഒരു എംബ്രിയോളജിസ്റ്റ് വേണം. ഇത്രയും സന്നാഹങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമുക്കവിടെ ഒരു IVF ചെയ്യാൻ പറ്റത്തുള്ളൂ. IVF ലാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗർഭപാത്രത്തിൻ്റെ ഉള്ളുപോലെയാണ്, അല്ലെങ്കിൽ ഒരു അണ്ടവാഹിനി കുഴലിൻ്റെ ഉള്ളുപോലെയാണ് ഈ IVF ലാബ് എന്ന് വെച്ചാൽ. അത്രത്തോളം നീറ്റും അത്രത്തോളം ഇൻഫെക്ഷനൊന്നും ഇല്ലാത്തൊരു സ്ഥലമായിരിക്കണം ഈ IVF ലാബ് എന്ന് വെച്ചാൽ. വളരെ ചെറിയ കാര്യങ്ങൾ പോലും ഈ ഒരു നമ്മുടെ ഈ ഭ്രൂണം ഉണ്ടാവുന്നതിനെ തടസ്സപ്പെടുന്നതാണ്. സോ അതുകൊണ്ട് ഒരു IVF ലാബുള്ള സ്ഥലത്ത് മാത്രം, അതും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത ഒരു ഹോസ്പിറ്റലിലെ IVF ലാബിൽ മാത്രമേ നല്ലൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള IVF നടക്കുകയുള്ളൂ. അപ്പോൾ ഈ ലാബിൽ നമ്മൾ ക്വാളിറ്റി കൺട്രോൾ വേണം. ക്വാളിറ്റിയൊക്കെ ഒരു എല്ലാ മാസമോ അല്ലെങ്കിൽ എല്ലാ സൈക്കിൾ തുടങ്ങുന്നതിന് മുമ്പോ സ്ഥിരമായിട്ട് നമ്മൾ അതിൻ്റെ ക്വാളിറ്റി എപ്പോഴും അഷ്യൂർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിന് സ്ഥിരമായിട്ടൊരു നല്ല റിസൾട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുന്നത് വളരെ അത്യാവശ്യമാണ്.
അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥലങ്ങളിൽ മാത്രമാണ് നമ്മൾ IVF. സാധാരണ രീതിയിൽ ഇപ്പോൾ പുതിയ IRT റൂൾ പ്രകാരം ലെവൽ 2 സെൻറ്റേഴ്സിൽ മാത്രമാണ് IVF ചെയ്യാൻ പാടുള്ളൂ. ലെവൽ 2 സെൻറ്റേഴ്സിൽ ചില നിയമങ്ങളൊക്കെ നിഷ്കർഷിച്ചിട്ടുണ്ട്. അതിൽ ഒരു എംബ്രിയോളജിസ്റ്റിന് എന്താണ് ക്വാളിഫിക്കേഷൻ, ഒരു IVF ചെയ്യുന്ന ക്ലിനീഷ്യൻ എന്താണ് ക്വാളിഫിക്കേഷൻ, അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻ എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു IVF ലാബ് തുടങ്ങാൻ പറ്റത്തുള്ളൂ, IVF ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു ആശുപത്രിയിൽ മാത്രമേ നമ്മൾ IVFുമായിട്ട് മുമ്പോട്ട് പോകത്തുള്ളൂ. ഏകദേശം ഈ ട്രീറ്റ്മെൻറ്റിന് എത്രത്തോളം സമയമെടുക്കും? ഈ IVF ചെയ്തതിന് ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? IVF ട്രീറ്റ്മെൻറ്റ് മുൻ പറഞ്ഞതുപോലെ പലതരം പ്രോട്ടോക്കോളുണ്ട്. അതിലെ ഏറ്റവും സിംപ്ലിഫൈഡ് പ്രോട്ടോക്കോൾ എന്ന് പറയുമ്പം ആൻറ്റഗണിസ്റ്റ് പ്രോട്ടോക്കോൾ എന്നൊക്കെ പറയും. അതിന് നമുക്ക് അധികം സമയം എടുക്കേണ്ട കാര്യമില്ല. എന്നാലും ഒരു 8 മുതൽ 10 ദിവസം വരെയുള്ള ഇഞ്ചക്ഷൻസ് നിർബന്ധമായിട്ടും കൊടുക്കണം. സാധാരണ രീതിയിൽ നമുക്കറിയാം, സ്ത്രീകൾ ഒരു മാസത്തിൽ ഒരു റെഗുലറായിട്ട് സൈക്കിൾ വരുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ അവർക്ക് മാസത്തിൽ ഒരു പ്രാവശ്യം ഒരണ്ടം മാത്രമേ അത് വളർന്നു വരികയും അത് പുറത്തു വരികയും ചെയ്യത്തുള്ളൂ. പക്ഷേ IVFൽ നമുക്ക് ഒരുപാട് അണ്ടങ്ങളെ ഉണ്ടാക്കണം, എന്നാലേ നമുക്ക് ഒരു നല്ല സക്സസ് റേറ്റ് കിട്ടത്തുള്ളൂ. അതിനുവേണ്ടി നമുക്ക് 8 മുതൽ 9 ദിവസം അല്ലെങ്കിൽ 8 മുതൽ 10 ദിവസം വരെ നമ്മൾ ഇഞ്ചക്ഷൻസ് എടുക്കേണ്ടി വരും. ആ ഇഞ്ചക്ഷൻസ് എടുക്കേണ്ട കാലാവധിയുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു പ്രത്യേക സൈസ് എത്തുമ്പോൾ നമ്മൾ മെച്ചുറാനുള്ള ഇഞ്ചക്ഷൻ കൊടുക്കുകയും 35 മണിക്കൂറിന് ശേഷം നമ്മൾ പിക്ക് ചെയ്യുകയും ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾ ഭ്രൂണമായിട്ട് വളർത്തുകയാണ് ചെയ്യുന്നത് 3 മുതൽ 5 ദിവസം വരെ. ഏകദേശം ഒരു IVF സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 15 മുതൽ 17 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് പൂർത്തിയാക്കാൻ പറ്റും. മിക്ക അവസരങ്ങളിലും എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ IVF ഒക്കെ ചെയ്തു, എഗ്ഗൊക്കെ പിക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം എംബ്രിയോ ആക്കിയ ശേഷം നമുക്ക് തിരിച്ചിടാൻ ചിലപ്പോൾ ഗർഭപാത്രത്തിൻ്റെ ഉൾഭാഗം അത്ര നല്ലതായിരിക്കത്തില്ല, ഒരു നല്ല അവസ്ഥയായിരിക്കത്തില്ല. ഒരു പക്ഷേ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് നമ്മുടെ IVF ചികിത്സയിൽ OHSS എന്ന് പറയുന്നത്, അതായത് ഒവേറിയൻ ഹൈപ്പർ സ്റ്റിമുലേഷൻ സിൻഡ്രോം എന്ന് പറയുന്നത്. അത് ഓവറീസിനെയൊക്കെ ഒരുപാട് ഉത്തേജിപ്പിക്കുകയും ഒരുപാട് മരുന്നൊക്കെ കൊടുക്കുകയും ചെയ്യുമ്പോൾ ഓവറീസൊക്കെ ക്രമാതീതമായിട്ട് വലുതായി വരികയാണ്. അത് ചിലപ്പോൾ വയറ്റിൽ വെള്ളം കെട്ടിക്കിടക്കുക, വയറ് വളരെ പെരുത്ത് വരിക, അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ ഒരിക്കലും എംബ്രിയോ തിരിച്ച്, അങ്ങനെയുള്ളൊരു കണ്ടീഷൻ വരുന്ന പേഷ്യൻസ് ആണെങ്കിൽ ഒരിക്കലും നമ്മൾ എംബ്രിയോസിനെ തിരിച്ചിടില്ല. അത് വേറൊരു അവസരത്തിലായിരിക്കും നമ്മൾ ഇടുന്നത്. സാധാരണ രീതിയിൽ ഒരു IVF സ്റ്റിമുലേഷൻ, അതായത് മരുന്ന് കൊടുക്കുക, അതിനുശേഷം പിക്കപ്പ്, അതിനുശേഷം ഒരു ട്രാൻസ്ഫർ, Day 5 ട്രാൻസ്ഫർ ആണെങ്കിൽ സാധാരണ രീതിയിൽ ഒരു 14 മുതൽ 18 ദിവസം കൊണ്ട് ഈ പ്രൊസീജിയർ തീരുന്നതായിരിക്കും. ഡോക്ടർ, ഈ IVFന്റെ സങ്കീർണതകൾ എന്തെല്ലാമാണ്? സുരക്ഷിതമാണോ? ഇതിന് പാർശ്വഫലങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഏകദേശം 2.25 ലക്ഷത്തോളം സൈക്കിളാണ് ഏകദേശം ഇന്ത്യയിൽ തന്നെ ഒരു വർഷം കഴിയുന്നത്. ഒരുപാട് ഏകദേശം 5 ലക്ഷത്തിന് മേലെ കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞു. IVF നേരത്തെ പറഞ്ഞ പോലെ തീർത്തും പാർശ്വഫലങ്ങൾ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ചെറിയ നമ്മളിപ്പോൾ ഹോർമോൺസൊക്കെ പുറത്തുനിന്നുള്ള ഇഞ്ചക്ഷൻസൊക്കെ എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ടുള്ള ഡോസും അതിൻ്റെ നമ്മുടെ ഈ അണ്ടാശയം എങ്ങനെ ഈ മരുന്നുകളോട് പ്രതികരിക്കുന്നു എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ചിലരുടെ അണ്ടാശയം പെട്ടെന്ന് ഭയങ്കരമായിട്ട് ഒരുപാട് അണ്ടങ്ങളെ ഉണ്ടാക്കി പ്രതികരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് സാധാരണ രീതിയിൽ ഈ OHSS അല്ലെങ്കിൽ ഒവേറിയൻ ഹൈപ്പർ സ്റ്റിമുലേഷൻ സിൻഡ്രോം എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും ഡ്രെഡഡായിട്ടൊരു കോംപ്ലിക്കേഷൻസ് ആയിട്ട് ഈ നൂതനമായിട്ടുള്ള IVF ചികിത്സയിൽ കാണപ്പെടുന്ന ഒരു കോംപ്ലിക്കേഷൻസ്. അങ്ങനെ വരുമ്പോൾ വയറ്റിൽ വെള്ളം കെട്ടിക്കിടക്കുക, ഓവറീസ് വളരെയധികം വലുതാകുക, നെഞ്ചിൽ വെള്ളം കെട്ടുക, മൂത്രം പുറത്തു വരുന്നതിൻ്റെ അളവ് കുറയുക, അങ്ങനെയൊക്കെ വരുന്ന സിവിയറിറ്റി വരാൻ സാധ്യതയുണ്ട്. പക്ഷേ അതിനെ നമുക്ക് ഇപ്പോൾ പ്രതിരോധിക്കാൻ പറ്റുന്ന ഒരുപാട് ചികിത്സകളുണ്ട്. നമ്മൾ സാധാരണ രീതിയിൽ ഇങ്ങനെ വരാൻ പറ്റുന്ന സ്ത്രീകൾ ആരൊക്കെയാണെന്ന് നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റും. അങ്ങനെ മുൻകൂട്ടി പ്രവചിച്ച് നമുക്ക് അതിൻ്റെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കൃത്യമായിട്ടുള്ള സ്കാനിങ്ങിലൂടെ നമുക്ക് മുൻകരുതലുകളൊക്കെ എടുക്കാൻ പറ്റും. മുൻകരുതലായിട്ട് മെഡിസിൻസ് കൊടുക്കാൻ പറ്റും. അവർക്ക് ആ തിരിച്ച് ഭ്രൂണം ഇടുന്ന ആ ഒരു അതായത് എംബ്രിയോ ട്രാൻസ്ഫർ എന്ന് പറയും, അത് പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ്. IVFലെ 3 ഘട്ടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് എംബ്രിയോ ട്രാൻസ്ഫർ. ആ ട്രാൻസ്ഫറെ നമ്മൾ താൽക്കാലികമായിട്ട് ഫ്രീസ് ചെയ്ത് വെക്കുകയും പിന്നൊരവസരത്തിൽ ഗർഭപാത്രത്തിൻ്റെ ഉൾഭാഗം നല്ല രീതിയിൽ മരുന്ന് കൊടുത്ത് ശരിയായ ഒരു അളവ് വരുമ്പോഴത്തേക്ക് നമ്മൾ തിരിച്ച് ആ ഭ്രൂണത്തെ, ശീതീകരിച്ച ഭ്രൂണത്തെ തിരിച്ച് ചെയ്ത് തിരിച്ച് വളർത്തി നമ്മൾ തിരിച്ച് ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കുകയാണ്. അങ്ങനെ ഈ OHSS എന്ന് പറഞ്ഞ കണ്ടീഷൻസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും.
രണ്ടാമത്തത് നമ്മളൊരു ഒരു ചെറിയൊരു നീഡിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ പിക്ക് ചെയ്യുന്നത്. അപ്പോൾ നീഡിൽ കൊണ്ടുണ്ടാവുന്ന മുറിവുകളൊക്കെ ഉണ്ടാവാം. വളരെ റെയറായിട്ട് രക്തസ്രാവം, വളരെ റെയറായിട്ട് ഇൻഫെക്ഷൻസ്, അങ്ങനെ ഒരു പൂർണ്ണമായിട്ടും ഒരു IVF 100% സേഫ് എന്നല്ല, പക്ഷേ അപകട സാധ്യതകളും പാർശ്വഫലങ്ങളും ഒക്കെ വളരെ വളരെ കുറവാണ്. സേഫായിട്ട് ചെയ്യാവുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് IVF അല്ലെങ്കിൽ ICSI. ഡോക്ടർ, ഈ IVF ട്രീറ്റ്മെൻറ്റിന് വരുന്ന ചിലവ് എത്രത്തോളമാണ്? നേരത്തെ പാർശ്വഫലങ്ങളെക്കുറിച്ച് ചോദിച്ചല്ലോ, അതിൽ ചിലവ് ഞാൻ പറഞ്ഞില്ല. സാധാരണ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റിനേക്കാളും കുറച്ച് കൂടുതലായിരിക്കും IVF ട്രീറ്റ്മെൻറ്റ്. IVF ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്യുന്ന ഹോസ്പിറ്റൽ അനുസരിച്ച്, ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് ഗവൺമെൻറ് മേഖലയിലായതുകൊണ്ട് ഏകദേശം ചിലവ് 1 ലക്ഷത്തിന് അടുപ്പിച്ച് വരും ഒരു IVF സൈക്കിൾ പൂർണ്ണമായിട്ടും ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇത്രയും ചിലവൊക്കെ ചെയ്ത് ഒരു IVF ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ പ്രതീക്ഷകളും വളരെ കൂടുതലായിരിക്കും. IVF എവിടെ, ഏത് ലോകത്തിലെ ഏതൊരു നല്ല IVF സെൻറ്ററിൽ പോയാലും മാക്സിമം പോയാലും ഒരു 50 മുതൽ 60% വരെയാണ് നമുക്ക് സക്സസ് റേറ്റ് പറയുന്നത്. അപ്പോൾ ഒരിക്കലും ഒരു 100% അല്ലെങ്കിൽ ഒരു എൻ പോയിൻ്റ് ആണ് IVF എന്നുള്ള രീതിയിൽ നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാൻ പാടില്ല. നമുക്കും നമ്മളുടെ പരിമിതികളുണ്ട്. അവരുടെ അണ്ടത്തിൻ്റെ എണ്ണം അനുസരിച്ചിരിക്കും, ക്വാളിറ്റി അനുസരിച്ചിരിക്കും, ബീജം അനുസരിച്ചിരിക്കും. നമ്മൾ അണ്ടമൊക്കെ ആവശ്യത്തിന് പിക്ക് ചെയ്താലും നമുക്കത് ആ അണ്ടങ്ങളെല്ലാം ഭ്രൂണമാവണമെന്നില്ല. എല്ലാ സ്ഥലത്തും ഒരു 50% നമുക്ക് കുറയാൻ സാധ്യതയുണ്ട്. നല്ല ഭ്രൂണം വളർന്നാലും അത് ചിലപ്പോൾ 3 ദിവസം ചിലപ്പോൾ വളർച്ചയില്ലാതാവും. അപ്പോൾ അങ്ങനെ പല രീതിയിൽ പല ഘട്ടങ്ങളിൽ ചിലപ്പോൾ പരാജയപ്പെടാൻ സാധ്യതയും. എന്നാലും ഓൺ ആൻ ആവറേജ് നമുക്കൊരു 50 മുതൽ 60% വരെ പ്രതീക്ഷിക്കാം. ഗവൺമെൻറ് ആശുപത്രിയിൽ ഏകദേശം ഒരു 1 ലക്ഷം രൂപ അടുപ്പിച്ച് ഒരു IVF സൈക്കിളിൽ ചിലവ് വരും. എന്തുകൊണ്ട് ഈ ചിലവെന്ന് പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞതുപോലെ ഈ ഗുണോട്രോപ്പിൻ ഇഞ്ചെക്ഷൻസ്, IVFന് വേണ്ടി ഉപയോഗിക്കുന്ന പുറത്തു നിന്നുള്ള ഈ ഹോർമോൺ ഇഞ്ചെക്ഷൻസിന് സാധാരണ മരുന്നുകളെക്കാളും വില വളരെ കൂടുതലാണ്. അതുകൂടാതെ IVF ലാബിൻ്റെ മെയിൻ്റനൻസ് ഉണ്ട്. IVFന് ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സും അതിലുള്ള മൈക്രോസ്കോപ്പ്, ഈ എഗ്ഗിനെ പിക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന നീഡിൽ, അതെല്ലാം 1 ടൈം യൂസായിട്ടുള്ള നീഡിലും ഈ പെട്രി ഡിഷും ഈ ഒരു മെയിൻറ്റെയിൻ ചെയ്യാനും എല്ലാം ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് മാത്രമാണ് IVF സാധാരണ രീതിയിൽ ചിലവുകൾ കൂടുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ അണ്ടങ്ങളുടെ ക്വാളിറ്റിയൊക്കെ കുറവാണ്, എണ്ണങ്ങളൊക്കെ കുറവാണെങ്കിൽ അവർക്ക് കൂടുതൽ ഇഞ്ചെക്ഷൻസ് വേണ്ടി വരും, കൂടുതൽ ദിവസം വേണ്ടി വരും, കൂടുതൽ ഡോസ് വേണ്ടി വരും. അവരുടെ ചിലവ് ഈ ഇഞ്ചെക്ഷൻസിൻ്റെ അളവ് കൂടുന്തോറും, അതായത് ഡോസ് കൂടുന്തോറും തീർച്ചയായിട്ടും അവർക്ക് ചിലവ് കൂടും. അതുകൂടാതെ നമുക്കിപ്പോൾ നമ്പർ ഓഫ് എംബ്രിയോസ് എത്രയാണ് കിട്ടുന്നത്, ചിലപ്പോൾ ഒരുപാട് അണ്ടങ്ങളൊക്കെ ഈ നേരത്തെ പറഞ്ഞ പോലെ പോളിസിസ്റ്റിക് ഓവറിയിലൊക്കെ ചിലപ്പം 3ഉം 4ഉം സെറ്റ് എംബ്രിയോസ് കാണും, അല്ലെ ഭ്രൂണങ്ങൾ കാണും. അപ്പോൾ അവയെ ഫ്രീസ് ചെയ്ത് വെക്കാനുള്ള ചിലവുണ്ട്. ഈ ഫ്രീസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ലിക്വിഡ് നൈട്രജനിലാണ് നമ്മൾ സാധാരണ രീതിയിൽ ശീതീകരിച്ച് വയ്ക്കുന്നത്. അപ്പോൾ ഈ ലിക്വിഡ് നൈട്രജൻ ഇങ്ങനെ കാലാകാലം നമ്മൾ അതിനെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കണം, അതിനുള്ള ചിലവുണ്ട്. അതിന് നമ്മൾ ലാബ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ചിലവുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ സെറ്റ്സൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ 1 ലക്ഷത്തിന് മേലെ പോകാനും സാധ്യതയുണ്ട്. IVF ട്രീറ്റ്മെൻറ്റ് ഒരാൾക്ക് എത്ര വട്ടം ചെയ്യാൻ സാധിക്കും? അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വിജയസാധ്യത എത്രത്തോളമാണ്? IVFൻ്റെ ചികിത്സയുടെ വിജയസാധ്യത ഞാൻ പറഞ്ഞു ഓൾറെഡി. ഒരു നല്ല ലാബൊക്കെ ആണെങ്കിൽ ഒരു 50 മുതൽ 60% വരെ നല്ല ഫാക്ടേഴ്സ് ആണെങ്കിൽ, മെയിൽ ഫാക്ടറോ അല്ലെങ്കിൽ ലേഡിയുടെ അണ്ടത്തിൻ്റെ എണ്ണത്തിൻ്റെയും അത് ക്വാളിറ്റിയുടെയൊക്കെ നല്ല രീതിയിലൊക്കെ ആണെങ്കിലും നമ്മളത് ഡെവലപ്പ് ചെയ്യുന്ന എംബ്രിയോസ്, ഭ്രൂണത്തിൻ്റെ ക്വാളിറ്റിയും ഗ്രേഡും ഒക്കെ വളരെ നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു 50 മുതൽ 60% വരെ നമുക്ക് സക്സസ് പ്രതീക്ഷിക്കാം. എന്നാലും നമ്മളുടെ എംബ്രിയോസിൻ്റെ ക്വാളിറ്റി, എംബ്രിയോസിൻ്റെ ഗ്രേഡൊക്കെ കുറവാണെങ്കിൽ ആ സക്സസ് റേറ്റ്, പ്രത്യേകിച്ചും സ്ത്രീകളുടെ വയസ്സ് കൂടുന്തോറും അവരുടെ സ്വന്തം എഗ്ഗാണ് ഉപയോഗിക്കുന്നതാണെങ്കിൽ നമുക്ക് സക്സസ് റേറ്റ് ഒരു 15%, 10 മുതൽ 15% വരെ കുറയാനുമുള്ള സാധ്യതയുണ്ട്. ഇറ്റ് വേരീസ്. അത് ഓരോ ലാബും അല്ലെങ്കിൽ ഓരോ ഹോസ്പിറ്റലും തമ്മിൽ അവരുടെ ക്വാളിറ്റി ചെക്കും അവരുടെ ലാബും അനുസരിച്ചിട്ട് സക്സസ് വേരി ചെയ്യും. എന്നാലും ഒരു മാക്സിമം 50 മുതൽ 60% വരെ, ചിലപ്പോൾ മൾട്ടിപ്പിൾ എംബ്രിയോ ട്രാൻസ്ഫറൊക്കെ വേണ്ടി വരും, എന്നാലും ഒരു മാക്സിമം 50 മുതൽ 60% വരെ സക്സസ് IVFന് പ്രതീക്ഷിക്കാം. ശരി ഡോക്ടർ, വ്യക്തമാണ്. IVFൻ്റെ സാധ്യതകളെക്കുറിച്ചും നൂതന ചികിത്സാ രീതികളെക്കുറിച്ചുമാണ് ഹലോ ഡോക്ടറിൽ ഇന്ന് ചർച്ച ചെയ്തത്. ഇതിനായി തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ റീപ്രൊഡക്റ്റീവ് മെഡിസിൻ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ റെജി മോഹനാണ് ഇന്ന് നമുക്കൊപ്പം ചേർന്നത്. ഡോക്ടർ നന്ദി.
ഹലോ ഡോക്ടറിന്റെ ഇന്നത്തെ സമയം പൂർത്തിയാകുന്നു. നമസ്കാരം.